ഞാൻ ആരുടെയും കുഞ്ഞൊന്നുമല്ല. ഞാൻ എൻ്റെ കാര്യങ്ങളിൽ സ്വാർത്ഥനാണ്. ഇപ്പോൾ നോക്കിക്കോ ഞാൻ എന്തൊക്കെ ചെയ്യുന്നെന്ന്. ബ്ലൂലാൻഡ് കാട്ടിൽ മിൻകി എന്നു പേരുള്ള ഒരു മൈന താമസിച്ചിരുന്നു. ഒരിക്കൽ മിൻകി 2 മുട്ടയിട്ടു. അതിനെ പൊന്നുപോലെ നോക്കാനും തുടങ്ങി. അവളുടെ മരത്തിന്റെ അടുത്തു തന്നെ തീനു പക്ഷിയും തന്റെ ചെറിയ കുട്ടികളോടൊപ്പം താമസിച്ചിരുന്നു. അതേ മിൻകി പെങ്ങളെ, ഞാൻ പെട്ടെന്ന് കുളത്തിൽ പോയി വെള്ളം കുടിച്ചിട്ട് വരാം. അതുവരെ എന്റെ മക്കളെ നോക്കിക്കൊള്ളാമോ? ആ നീ പേടിക്കാതെ പോയി വരൂ. തീനു പക്ഷി അവിടെ നിന്നും പോയിട്ട് 1 മിനിറ്റ് പോലും കഴിഞ്ഞില്ല. പെട്ടെന്ന് അവിടേക്ക് ഒരു വേട്ടക്കാരൻ വന്നു. കൊള്ളാം, ഇന്ന് ടീനുവിന്റെ കുഞ്ഞിനെ മോഷ്ടിക്കാനുള്ള അവസരം കിട്ടി. ഇതിനെ പിടിച്ച് ചന്തയിൽ നല്ല വിലക്ക് വിൽക്കാം. എടാ ദുഷ്ട, പോയി ഇവിടുന്ന്. മിൻകി വേഗം പറന്ന് ടീനുവിന്റെ കുട്ടിയുടെ അടുത്തേക്ക് പോയി. പിന്നെ വേട്ടക്കാരനെ അവിടെ തടഞ്ഞു നിർത്തുകയും ചെയ്തു. എടാ വേട്ടക്കാരാ, ഞാനുള്ളപ്പോൾ ഇവളെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ഇവിടെ നിന്നും പോ. നീ എന്തിനാ ഇടയിൽ കയറുന്നത്? നിന്നെയും ഞാൻ ചാക്കിലാക്കി കൊണ്ടുപോകും. ഇങ്ങനെ പറഞ്ഞ് വേട്ടക്കാരൻ മിൻകിയുടെ അടുത്തേക്ക് വരികയായിരുന്നു. പെട്ടെന്ന് അവിടെ ഒരു വെളിച്ചം വന്നു. അങ്ങനെ വേട്ടക്കാരന്റെ മുടിയിൽ തീപിടിച്ചു. അയ്യോ ദൈവമേ! വേട്ടക്കാരൻ കത്തുന്ന മുടിയുമായി അവിടെ നിന്നും ഓടിപ്പോയി. മിൻകി കണ്ടു, കുറച്ചു ദൂരെയായി ഒരു ദേവത നിൽക്കുന്നത്. നന്ദി മാലാഖേ, നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ആ വേട്ടക്കാരൻ ഞങ്ങളെ പിടിച്ചുകൊണ്ടു പോകുമായിരുന്നു. ഞാൻ ഇതുവഴി വരികയായിരുന്നു. നീയപ്പോൾ ആപത്തിൽ നിൽക്കുന്നത് കണ്ടു. അതുകൊണ്ട് നിന്നെ രക്ഷിക്കാൻ വന്നതാണ്. പക്ഷേ നീ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി വളരെ ധൈര്യമായി ഒരു കാര്യം ചെയ്തു. അതിൽ സന്തോഷവതിയായി നിനക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണം. എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ മാലാഖേ. ആ മുട്ട അത് നിന്റേതല്ലേ? അങ്ങനെ പറഞ്ഞ് മാലാഖ മാന്ത്രിക വടി കൊണ്ട് മായാജാലം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഈ മുട്ടകളിൽ നിന്നും കുട്ടികൾ വരും. അതിലൊരാൾക്ക് എന്തു വേണമെങ്കിലും മായ്ച്ചു കളയാനുള്ള ശക്തി കാണും. മറ്റേ കുഞ്ഞിന് വെള്ളം വരുത്താനുള്ള ശക്തിയും കാണും. 2 പേരെയും നിന്നെപ്പോലെ ദയാലുവും എല്ലാവരെയും സഹായിക്കാനും പഠിപ്പിക്കണം. താങ്കൾക്ക് ഒരുപാട് നന്ദി മാലാഖേ. നീലമാലാഖ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. ദിവസങ്ങൾക്ക് ശേഷം മുട്ടയിൽ നിന്നും 2 കുഞ്ഞുങ്ങൾ വന്നു. എന്റെ 2 പൊന്നുമക്കളെ. മിൻകി ഒരു തത്തയുടെ പേര് ചിങ്കുവെന്നും മറ്റേതിന് മോണ്ടുവെന്നും പേരുവച്ചു. പതുക്കെ 2 പേരും വളർന്ന് പറക്കാനും പഠിച്ചു. ഒരു വൈകുന്നേരം ചിങ്കു പറന്നു വരികയായിരുന്നു. പെട്ടെന്ന് അവിടെ ഒരു ആപ്പിൾ കണ്ടു. അതൊരു അണ്ണാറക്കണ്ണൻ കഴിക്കുകയായിരുന്നു. അണ്ണാനേ, നീ വേഗം ഈ ആപ്പിൾ കളഞ്ഞേക്ക്. അത് എനിക്ക് തിന്നണം. പക്ഷേ ഞാനിത് എന്തിനു കളയണം? അതെയോ, ഇന്നാ പിടിച്ചോ. ചിങ്കുവിന്റെ ചുണ്ട് ചുമക്കാൻ തുടങ്ങി. അവൻ എപ്പോൾ ആ ആപ്പിളിൽ കൊത്തിയോ, ആ ആപ്പിൾ മാഞ്ഞുപോയി. അയ്യോ, നീ ഇതെന്താ ചെയ്തത്? നീ ഞാൻ ആരാണെന്നുള്ളത് മറന്നുപോയല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇത് മായ്ച്ചു കളഞ്ഞത്. ഇത് പറഞ്ഞ് ചിങ്കു അവിടെ നിന്നും പോയി. പാവമണ്ണാറക്കണ്ണൻ കരഞ്ഞുകൊണ്ടേ നിന്നു. ഒരു വൈകുന്നേരം ചോട്ടുമാൻ കാട്ടിലൂടെ നടന്നു പോകുകയായിരുന്നു. പെട്ടെന്നൊരു മരം അവന്റെ മുകളിൽ വീണു. അയ്യോ, എന്നെ ആരെങ്കിലും വന്ന് രക്ഷിക്കേ. അവന്റെ ശബ്ദം കേട്ട് കരിമ്പുലി, ജിറാഫ്, സീബ്ര പിന്നെ കുറുക്കനും അവിടേക്ക് വന്നു. പക്ഷെ മരം മാറ്റാനായി ആർക്കും പറ്റിയില്ല. ഈ മരത്തിന് നല്ല ഭാരമുണ്ട്. നിന്നെ രക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ് ചങ്ങാതി. ഓ, ഇതെടുത്ത് മാറ്റൂ, അല്ലെങ്കിൽ ഞാൻ ചത്തുപോകും. അപ്പോൾ മോണ്ടു അവിടേക്ക് വന്നു. അവൻ അവന്റെ ചുണ്ടിന്റെ മായാജാലം കൊണ്ട് ഒരുപാട് വെള്ളം വരുത്താൻ തുടങ്ങി. വെള്ളത്തിന്റെ ശക്തി വളരെ കൂടുതലായിരുന്നു. അതുകാരണം മാനിന്റെ താഴെയുള്ള മണ്ണെല്ലാം ഒലിച്ചു പോകാനായി തുടങ്ങി. അങ്ങനെ മാനും എളുപ്പത്തിൽ മരത്തിന്റെ അടിയിൽ നിന്നും വെളിയിൽ വന്നു. അതിനിടയിൽ ചിങ്കും അവിടേക്ക് പറന്നു വന്നിരുന്നു. മണ്ടുക്കുഞ്ഞേ, നീ വളരെ നല്ല കുട്ടിയാ. ഇവൻ എല്ലാവരെയും സഹായിക്കുന്നുണ്ട്. എന്നാൽ മറ്റവൻ ചിങ്കു അവന്റെ ചുണ്ടുകൊണ്ട് എല്ലാം മായ്ച്ചു കളഞ്ഞ് എല്ലാ പക്ഷികളെയും മൃഗങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്നു. ചിങ്കു, നിന്റെ കയ്യിലുള്ള ഈ ശക്തികൾ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണ്, അവരെ ബുദ്ധിമുട്ടിക്കാനല്ല. നിന്റെ ചേട്ടൻ മോണ്ടുവിനെ കണ്ടുപഠിക്ക്. അവനവന്റെ കടമ ചെയ്യുന്നു. എന്നാൽ നീയോ എന്റെ തല താഴ്ത്താനാണ് നോക്കുന്നത്. ചിങ്കു മനസ്സിലാക്കാൻ വേണ്ടി അമ്മ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്നാൽ എല്ലാം അവൻ തലതിരിച്ചു ചെയ്യും. അവന്റെ ദേഷ്യവും അപ്പോൾ ഒരുപാട് കൂടി. അവൻ വേഗത്തിൽ അവിടെ നിന്നും പോയി. കുഞ്ഞെ, നീ എവിടെ പോകുവാ? ഞാൻ ആരുടെയും കുഞ്ഞൊന്നുമല്ല. ഞാൻ എന്റെ കാര്യങ്ങളിൽ സ്വാർത്ഥനാണ്. ഇപ്പോൾ നോക്കിക്കോ ഞാൻ എന്തൊക്കെ ചെയ്യുന്നെന്ന്.
ചിങ്കു തന്റെ ചുണ്ട് തിളക്കി. പിന്നെ ആ കാട്ടിലുള്ള എല്ലാ മരങ്ങളെയും അവന്റെ ചുണ്ടുകൊണ്ട് കൊത്താനും തുടങ്ങി. അവൻ ഏതൊക്കെ മരത്തിൽ കൊത്തുന്നോ മരമെല്ലാം മാഞ്ഞു പോകാൻ തുടങ്ങി. ഓ, ആരെങ്കിലും നിർത്തൂ അവനെ. ചിങ്കു ഈ കാടിന്റെ കഥ കഴിക്കുവാണ്. ചിങ്കു, നീ ചെയ്യുന്നതൊന്നും ശരിയല്ല. കുറച്ചു നേരത്തിനുള്ളിൽ പകുതിയോളം കാട് മൈതാനമായി മാറി. നിലവും കാലിയായി മാറി. ഇത് കണ്ട് എല്ലാ മൃഗങ്ങളും പക്ഷികളും ആശങ്കയിലായി. ചിങ്കുമോനെ, നീ എന്തായി ചെയ്തത്? കാടിന്റെ ഈ അവസ്ഥ കണ്ട് എല്ലാ മൃഗങ്ങളുടെയും കണ്ണു നിറഞ്ഞു. പെട്ടെന്ന് അവിടേക്ക് വേട്ടക്കാരൻ വന്നു. അയ്യോ, ഇതെന്താ? ഇവിടെ ഉണ്ടായിരുന്ന പകുതി കാടവിടെ. എന്തായാലും നന്നായി. നഗരത്തിലെ മുതലാളിയെ വിളിച്ചുകൊണ്ടുവരാം. ഇവിടെ അങ്ങേര് ഫാം ഹൗസ് ഉണ്ടാക്കട്ടെ. അത് ഞാൻ നോക്കി നടത്താം. അങ്ങനെ ദിവസവും കാട്ടിലെ മൃഗങ്ങളെ പിടികൂടി അവറ്റകളെ നഗരത്തിൽ വിൽക്കുന്ന പണിയും നല്ലതുപോലെ ചെയ്യാം. ഇനി നമുക്ക് ഈ കാട്ടിൽ താമസിക്കാൻ പറ്റില്ല. നിന്റെ മകൻ ഈ കാടിന്റെ കഥ തന്നെ തീർത്തു. പിന്നെ ഇപ്പോൾ ഈ വേട്ടക്കാരനും. ചിങ്കുമോനെ, നിന്റെ ഈ ക്രൂരത എത്ര മൃഗങ്ങളെയും പക്ഷികളെയും ബാധിച്ചത്. നീ ജീവനോടെ ഉള്ളിടം വരെ ഈ മൃഗങ്ങളുടെ എല്ലാം ശാപം നിനക്കുണ്ടായിരിക്കും. നോക്കിക്കോ. ചിങ്കു അപ്പോഴെന്തോ ചിന്തിച്ചു. അപ്പോൾ വേട്ടക്കാരൻ തന്റെ ഒപ്പം ഒരാളെയും കൂട്ടി അവിടേക്ക് വന്നു. ഹടി സക്കേ, ഈ കാട് മൈതാനമായി മാറിയല്ലോ. ഈ കാട് നല്ലതുപോലെ വൃത്തിയാക്കി ഇതിൽ നമ്മുടെ ഫാം ഹൗസ് ഉണ്ടാക്കാം. ആ, അത് ഞാൻ നോക്കി നടത്താം. ആഹാ, നീ തന്നെ നോക്കണം. ആരെങ്കിലും ഇവിടേക്ക് പിക്നിക്കിനൊക്കെ വന്നാൽ അവരെ നമ്മുടെ ഫാം ഹൗസിൽ താമസിപ്പിക്കാം. അതിലൂടെ നമുക്ക് ഒരുപാട് പണവും കിട്ടും. പെട്ടെന്ന് ചിങ്കു അവരുടെ അടുത്തേക്ക് വന്നു. നിങ്ങൾ ഈ കാട്ടിൽ ഒരു ഫാം ഹൗസും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഞാനൊരു സൂത്രം കാണിക്കാം. ചിങ്കു അവരുടെ കാറിൽ തന്റെ ചുണ്ടുകൊണ്ട് കൊത്തിയപ്പോൾ അത് മാഞ്ഞുപോയി. ഹടി സക്കേ, ഈ തത്ത നമ്മുടെ ജീപ്പ് എങ്ങനെ മായ്ച്ചു കളഞ്ഞു? നിങ്ങൾ ഇനിയും ഇവിടെ നിന്നാൽ നിങ്ങളെയും ഞാൻ മായ്ച്ചു കളയും. നീ എന്നെ ഇവിടേക്ക് പണക്കാരനാക്കാൻ കൊണ്ടുവന്നതാണോ അതോ മായ്ച്ചു കളയാൻ കൊണ്ടുവന്നതാണോ? നിങ്ങൾക്ക് ഇനിയും മനസ്സിലായില്ലേ? നിൽക്ക്. ഇത് കേട്ട് അവർ രണ്ടുപേരും വളരെ വേഗത്തിൽ അവിടെ നിന്നും ഓടിപ്പോയി. ഹടി സക്കേ, ഞങ്ങൾ ഇനി ഇവിടേക്ക് വരികയില്ല. ഞാനും വരില്ലേ? ഇങ്ങനെ പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്നും ഓടിപ്പോയി. അമ്മേ, ഞാൻ വളരെ വലിയ തെറ്റാ ചെയ്തത്. ഇവരുടെ എല്ലാം ശാപം കൊണ്ട് എനിക്ക് ഒരിക്കലും സന്തോഷിക്കാൻ പറ്റില്ല. നിങ്ങളാണ് എനിക്കത് തെളിയിച്ചു തന്നത്. ഇപ്പോൾ ഒരു പ്രയോജനവുമില്ല ചിങ്കു, എല്ലാം കഴിഞ്ഞു പോയില്ലേ. അമ്മേ, ഞാൻ ഈ കാടിന് എത്രത്തോളം നഷ്ടമാണ് വരുത്തിയത്. ഇത് വീണ്ടും പച്ചപ്പുള്ളതാക്കി ഞാൻ തന്നെ മാറ്റും. പെട്ടെന്ന് മാലാഖയും അവിടെ പ്രത്യക്ഷപ്പെട്ടു. അയ്യോ, ഇതൊക്കെ എന്താണ്? ചിങ്കു തന്റെ ക്രൂരതയെക്കുറിച്ച് മാലാഖയോട് എല്ലാം പറഞ്ഞു. നീ നിന്റെ ശക്തി തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു ചിങ്കു. എനിക്ക് തെറ്റുപറ്റി. ഞാൻ ആ വേട്ടക്കാരനെ ഓടിച്ച് പകുതിയോളം കാട് രക്ഷപ്പെടുത്തി. പകുതി താങ്കൾ രക്ഷിക്കണം. നീ ചെയ്തതിൽ നിനക്ക് പശ്ചാത്താപമുണ്ടോ? എങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം. ഇങ്ങനെ പറഞ്ഞ് മാലാഖ മാന്ത്രിക വടികൊണ്ട് കാട്ടിലെ എല്ലാ സ്ഥലങ്ങളും മൈതാനമായി മാറിയില്ലേ, അതെല്ലാം പച്ചപ്പുള്ളതാക്കി മാറ്റി. എല്ലാ മൃഗങ്ങളും ഇത് കണ്ട് സന്തോഷത്തോടെ തുള്ളിച്ചാടി. അരേ വാ, ഏ ഹേ! ഞാൻ പോകുന്നു. നിന്റെ ശക്തികളൊക്കെ നല്ലതിനു വേണ്ടി ഉപയോഗിക്കണം ചിങ്കു. നന്ദി നീലമാലാഖേ. ഇത് കേട്ടതും മാലാഖ അവിടെ നിന്നും പോയി. അന്നു മുതൽ ചിങ്കു തന്റെ ശക്തികളെല്ലാം നല്ലതിനു വേണ്ടി ഉപയോഗിച്ചു. അവൻ കാടിന്റെ രക്ഷകനായും മാറി.